കാവശ്ശേരി പത്തനാപുരം പാലം നിർമ്മാണം മഴ കനക്കും മുൻപ് പൂർത്തിയാക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാവുന്നു. പാലം പണി ദ്രുതഗതിയിൽ പൂർത്തിയാക്കുമെന്ന പ്രഖ്യാപനം പൊതുമരാമത്ത് വകുപ്പ് മറന്ന് കാവശ്ശേരി പത്തനാപുരത്തുകാരെ ചുറ്റിക്കുന്നു. ഗായത്രിപ്പുഴയ്ക്ക് കുറുകെ പുത്തൻ പാലം, അതും മഴയെത്തു മുമ്പ്. പത്തനാപുരത്തുകാർക്ക് ആലത്തൂരിലേക്ക് വേഗത്തിലെത്താനുള്ള സൗകര്യം. ഗായത്രിപ്പുഴയുടെ ഒഴുക്കിനേക്കാൾ ശക്തിയിലായിരുന്നു വാഗ്ദാനം. എന്നാൽ ഒന്നും നടന്നില്ല. മഴക്കാലങ്ങൾ പലത് കടന്നുപോയി. അടുത്ത മഴക്കാലം വരാനിരിക്കെ പുഴയിലെ ഒഴുക്ക് കൂടിയാൽ നിർമ്മാണ ജോലികൾ വീണ്ടും അവതാളത്തിലാവും. പിന്നെ മഴ മാറാതെ പാലത്തെക്കുറിച്ച് ചിന്തിക്കാനോ കഴിയില്ല. മഴയെത്തി താൽക്കാലിക നടപ്പാതയിലൂടെയുള്ള യാത്രയും ദുരിതമായാൽ ദ്വീപിന് നടുവിലെന്ന പോലെ നിരവധി കുടുംബങ്ങൾ കഴിയേണ്ടി വരും. കൈത്തോടും പുഴയുടെ കൈവഴികളും ഗായത്രിപ്പുഴയിലേക്ക് നീളുമ്പോൾ ലക്ഷ്യസ്ഥാനം പിടിക്കാൻ 1500-ലേറെ കുടുംബങ്ങൾ ചുറ്റി സഞ്ചരിക്കാൻ നിർബന്ധിതരാവും. ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ പാലം പണി ഉടൻ പൂർത്തിയാക്കണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത്. സ്കൂളുകൾ തുറക്കാനിരിക്കെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഏറെനാൾ യാത്രാദുരിതം പേറേണ്ടിവരുന്ന സ്ഥിതിയാണ് വരാനിരിക്കുന്നതെന്ന് കാവശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു. പാലം പണി ദ്രുതഗതിയിൽ പൂർത്തിയാക്കി ജനങ്ങൾക്കായി തുറന്നു നൽകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. തരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ 2-3 വാർഡുകളിലെ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലമാണ് കാവശ്ശേരി പത്തനാപുരം പാലം. ഇപ്പോൾ മഴക്കാലം തുടങ്ങാൻ പോവുകയാണ്, സ്കൂൾ തുടങ്ങാൻ പോവുകയാണ്. അതിനു മുമ്പ് ഈ പാലം ഗതാഗത യോഗ്യമാക്കുകയോ അല്ലെങ്കിൽ താൽക്കാലിക സംവിധാനം ചെയ്യുന്നതിനുള്ള നടപടികളോ ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിക്കണമെന്ന് കാവശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. ജനങ്ങൾ വളരെ ദുരിതത്തിലാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ വേണ്ടി കഴിയും. ഈ പ്രത്യേകിച്ച് സ്കൂൾ തുറക്കാൻ പോകുന്ന ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ, രോഗികൾ, ഒരുപാട് സാധാരണപ്പെട്ട ആളുകൾ ജീവിക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് ആ പ്രദേശത്തെ ഉടൻ ആ പാലം ഗതാഗത യോഗ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. UTV ന്യൂസ്, പാലക്കാട്.